ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതെ 11 ദിവസം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഷാരോൺ മരണത്തോട് മല്ലിട്ടു. ഒരു ചങ്ങല പോലെ ആ സംഭവങ്ങളുടെ തുടക്കം മുതൽ വിധി പ്രസ്താവത്തിൽ പറയുകയാണ്. അടുപ്പക്കാരനായിരുന്നു ഷാരോൺ, പ്രണയത്തിന് അടിമയായിരുന്നു. ആ ഷാരോണിനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ നൽകിയ ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ആ ഷാരോണിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ഗ്രീഷ്മ ഈ റെക്കോർഡ് ചേർന്നെന്ന് പറഞ്ഞിട്ടും റെക്കോർഡ് ചെയ്യുകയും ചെയ്തത്. അവിടെയാണ് ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് ബോധ്യപ്പെട്ടിട്ടും മരണമൊഴിയിൽ ഒരിടത്ത് പോലും ആ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു വാക്ക് പോലും ഷാരോൺ പറഞ്ഞിട്ടില്ല. തനിക്ക് നൽകിയ കഷായത്തിൽ ജ്യൂസിൽ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു. പക്ഷേ ഗ്രീഷ്മ ഒരിക്കലും തന്നെ അപായപ്പെടുത്താൻ വേണ്ടി ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ഷാരോൺ രാജിനുണ്ടായിരുന്നത്. ഗ്രീഷ്മ വിശ്വാസവഞ്ചനയാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗ്രീഷ്മയെ സാറും വിളിച്ചിരുന്നത് വാവ എന്ന് അത്തരം കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഗ്രീഷ്മ കാട്ടിയത് വിശ്വാസവഞ്ചന തന്നെ എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. നൃപൻ, തീർച്ചയായും സിജു, വലിയ തരത്തിൽ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരു കവിതാവിനെ, ഷാരോണിനെ പലതരത്തിൽ ഒഴിവാക്കാനുള്ള ശ്രമം ഗ്രീഷ്മ ആരംഭിച്ചു. അത് സൈനികനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച ശേഷമാണ്. ഈ വിവാഹം ഉറപ്പിച്ച ശേഷം എങ്ങനെയാണ് ഷാരോണിനെ ഒഴിവാക്കണം എന്ന കാര്യത്തിൽ ആസൂത്രണം ഗ്രീഷ്മ അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. അതിനുവേണ്ടി എന്തെല്ലാം തരത്തിൽ ഇങ്ങനെ ഒഴിവാക്കാം, ഇയാളെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് കൊലപ്പെടുത്തണം, ആ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഗ്രീഷ്മ ആലോചിച്ചു. അങ്ങനെയാണ് നെറ്റിൽ ഇതിൻ്റെ കൊലപാതകത്തിനുള്ള ശ്രമങ്ങളുടെ കാരണങ്ങൾ ഗ്രീഷ്മ തന്നെ പരതുന്നത്. ഇത് പൂർണ്ണമായി വിശ്വസിച്ച ഈ ഷാരോണിനെ കൊലപ്പെടുത്താൻ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥത്തിലൂടെ വിഷം നൽകുന്നതായിരിക്കും നല്ല വഴി, ഏറ്റവും ഉചിതമായ വഴി എന്ന കാര്യത്തിൽ ഗ്രീഷ്മ തീരുമാനമെടുക്കുന്നു. തുടർന്നാണ് ഈ ജ്യൂസ് ചലഞ്ച് വഴി ആദ്യഘട്ടത്തിൽ ഈ പാരസെറ്റമോൾ നൽകുന്നത്. ആ ഘട്ടത്തിൽ തന്നെ രുചി വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഷാരോണിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഇക്കാര്യത്തിൽ സംശയം തോന്നിയപ്പോൾ ഷാരോൺ മൊബൈലിൽ ഇത് ചിത്രീകരിക്കാൻ ഗ്രീഷ്മ എതിർത്തിട്ടും ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ വീഡിയോ എല്ലാം എവിഡൻസായി പുറത്തു വന്നതാണ്. ഒപ്പം തന്നെ ഈ ഷാരോണുമായി ഈ പലതരത്തിൽ ഈ ഒരു മെസ്സേജിൽ പോലും ഗ്രീഷ്മയെ ഈ ഷാരോൺ കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഈ മെസ്സേജ് എല്ലാം അയക്കുമ്പോഴും ഡിജിറ്റൽ തെളിവുകളാണ് ഇവർ പുറത്തെടുത്തത്. അതിലൊന്നും ഒരിക്കലും ഗ്രീഷ്മയെ നേരിട്ട് ഷാരോൺ ഒരു ഘട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. ഷാരോണുമായി ബന്ധമുള്ളപ്പോൾ തന്നെ പ്രതിശ്രുത വരനുമായി ഈ അതേസമയം തന്നെ ഗ്രീഷ്മ ബന്ധപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഈ കല്യാണം ഉറപ്പിച്ച് സൈനികനുമായി വിവാഹം ഉറപ്പിച്ച് ഒപ്പം ജീവിക്കാൻ ഈ ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച ശേഷവും ഈ ഷാരോണിനെ വിളിച്ചു വരുത്തി ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതാണ്. അത് വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ്. അങ്ങനെ വലിയ തരത്തിൽ കൊടും കുറ്റവാളികൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വീട്ടിലെ പെൺകുട്ടി ചെയ്തു എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് കൊലപാതകം പ്രകോപനമില്ലാതെ എന്ന് വിധി പ്രസ്താവത്തിൽ പറയുന്നു. 2022 നവംബറിൽ ഒളിച്ചോടി പോകാമെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ കൊലപാതകം നടക്കുന്നത് 2022 ഒക്ടോബറിൽ. അതിൽ നേരത്തെ തന്നെ അന്വേഷണം നടത്തിയപ്പോൾ ഈ ഗ്രീഷ്മ അടക്കം പറഞ്ഞിരുന്നത് പലവട്ടം ഷാരോണിനോട് പറഞ്ഞിരുന്നു ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന്, പ്രണയം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും തയ്യാറായിരുന്നില്ല ഷാരോൺ എന്നാണ്. പക്ഷേ ഇവിടെ വിധിപ്രസ്താവത്തിൽ വരുന്നു 2022 നവംബറിൽ ഒളിച്ചോടി പോകാമെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നു. ഷാരോൺ അടിച്ചു എന്ന ഗ്രീഷ്മയുടെ വാദം തെറ്റ്. യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു 22 വയസ്സുകാരനെ കൊലപ്പെടുത്തി. മാത്രമല്ല ഷാരോൺ ഉപദ്രവിച്ചു എന്നതിനെ സംബന്ധിച്ച് ഒരു മെസ്സേജുകൾ പോലും, അത്തരത്തിലുള്ള തെളിവുകൾ പോലും ഇല്ല എന്ന് വിധി പ്രസ്താവത്തിൽ ഇപ്പോൾ പറയുകയാണ്. ഒരു പ്രകോപനവുമില്ലാത്ത കൊലപാതകം. നൃപൻ, തീർച്ചയായും ഇക്കാര്യത്തിൽ നേരത്തെ പ്രതിഭാഗം വാദിച്ചിരുന്നത് തൻ്റെ ചിത്രങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാർഗ്ഗതടസ്സമുണ്ടാക്കും, ഭാവി ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കോടതി ഉന്നയിച്ചിരുന്നു. അതെല്ലാം കോടതി പ്രോസിക്യൂഷൻ പൂർണ്ണമായി പൊളിച്ചു കളഞ്ഞു. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ വിധി പ്രസ്താവത്തിൽ പറയുന്നത്. ഒരു തരത്തിലുള്ള പ്രകോപനവും ഈ കൊലയുമായി ബന്ധപ്പെട്ട് ഷാരോണിൻ്റെ ഭാഗത്ത് നിന്ന് ഗ്രീഷ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ഷാരോൺ അടിച്ചു എന്ന് പറയുന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യമാണ്. മാത്രമല്ല നവംബർ മാസത്തിൽ ഒളിച്ചോടാം, ഒന്നിച്ച്
ഒളിച്ചോടി വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന കാര്യവും ഗ്രീഷ്മ ഷാരോണിന് ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെ പലതരത്തിൽ ഷാരോണിനെ അന്ധമായി പ്രണയിച്ച, അന്ധമായി ഈ കാര്യത്തിൽ ഗ്രീഷ്മയെ വിശ്വസിച്ച ഒരു യുവാവിനെ പലതരത്തിൽ പ്രലോഭനങ്ങളിൽ നൽകി വീട്ടിൽ വിളിച്ചു വരുത്തി വിഷം നൽകുകയായിരുന്നു. അതിന് പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു എന്നതാണ്. കുറ്റകൃത്യം നടത്തിയ അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള കൗശലമാണ് ഗ്രീഷ്മ നടത്തിയത്. പക്ഷേ ആ കൗശലം വിജയിച്ചില്ല. ആ കുറ്റകൃത്യം ചെയ്ത ഗ്രീഷ്മയുടെ കൈവശം തന്നെ തെളിവുകളും കൊണ്ട് ഗ്രീഷ്മ നടക്കുകയായിരുന്നു. ഗ്രീഷ്മ അപ്പോൾ അറിഞ്ഞില്ല ഈ തെളിവുകൾ എപ്പോഴെങ്കിലും താൻ പിടിക്കപ്പെടുമെന്ന ഒരു തരത്തിലുള്ള സൂചനയും ഗ്രീഷ്മയ്ക്കില്ലായിരുന്നു. ഗ്രീഷ്മ ഈ കൊലപാതകത്തിന് പദ്ധതിയിട്ട കാര്യം ഷാരോണിന് അറിയില്ലായിരുന്നു. കുറ്റകൃത്യം നടത്തിയ അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമാണ് ഗ്രീഷ്മ നടത്തിയത്. പക്ഷേ അത് വിജയിച്ചില്ല. ഗ്രീഷ്മയ്ക്ക് ഒപ്പം തന്നെ നേരത്തെ ഈ പറഞ്ഞ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയ വിശദാംശങ്ങൾ, ഫോണിൽ പരസ്പരം സംസാരിച്ച വിശദാംശങ്ങൾ, വിഷം നൽകിയത്, അതിൽ സുഹൃത്ത് ഈ വീട്ടിൽ പോയതിനു ശേഷം മടങ്ങിയെത്തിയപ്പോൾ ആദ്യം ആ വാഹനത്തിലിരുന്ന് ബൈക്കിലിരുന്ന് ഷാരോൺ ഛർദ്ദിച്ചത്, അപ്പോൾ നീല നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് വന്നത്, തുടർന്ന് ഇത് കളനാശിനിയാണ് എന്ന് ഡോക്ടർമാർ കണ്ടെത്തുന്നു. ശേഷം അത് കളനാശിനി ശരീരത്തിൽ പോയാൽ എത്ര നേരം എത്ര അപകടകരമാണ് എന്ന കാര്യം സയൻറ്റിഫിക് വിദഗ്ധന്മാർ ഇക്കാര്യങ്ങൾ കണ്ടെത്തുന്നു. അങ്ങനെ മുഴുവൻ ശാസ്ത്രീയമായ തെളിവുകളാണ്, ഡിജിറ്റലായ തെളിവുകളാണ്. ഈ പറഞ്ഞ സാക്ഷികളെ പൂർണ്ണമായി വിസ്തരിച്ചു. ഇത്രയും വിശദമായ വളരെ ചിട്ടപ്പെടുത്തിയുള്ള അന്വേഷണവും സംയുക്തമായ അന്വേഷണവും ശാസ്ത്രീയമായ തെളിവുകളുമാണ് ഗ്രീഷ്മ എന്ന കുറ്റവാളിയെ കുടുക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. ഗ്രീഷ്മയിട്ട കൊലപാതകത്തിൻ്റെ പദ്ധതി സംബന്ധിച്ച് നിഷ്കളങ്കനായ ഷാരോൺ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നതാണ്. തനിക്ക് ഒപ്പം ഗ്രീഷ്മ ഇറങ്ങി വരും എന്ന പ്രതീക്ഷ ഷാരോണിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് അവസാന നിമിഷം വരെ ഷാരോൺ വിശ്വസിച്ചിരുന്നത്. അവസാനത്തെ മൊഴിയിൽ പോലും ഗ്രീഷ്മയെ അവിശ്വസിക്കാതെ ഇരുന്നതും ഷാരോൺ അവിശ്വസിക്കാതെ ഇരുന്നതും ഇതുകൊണ്ടാണ് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം.